പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ടുള്ള സർക്കാരിന്റെ അപേക്ഷയിൽ വിധി തിങ്കളാഴ്ച. കുറ്റമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിയുടെ അപ്പീലും ഹൈക്കോടതി വിധി പറയും. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, 2016 സംഭവിച്ചതാണ്. 17, 18, 19, 20, 21, 22, 23, 24 8 വർഷങ്ങൾക്കിപ്പുറം ഹർജി വീണ്ടും കോടതിയിലേക്ക് എത്തുകയാണ്. ഹഷ്മി, നിലവിലിപ്പോൾ ഈ കേസ് അതിൽ വിചാരണ വിസ്താരം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അതായത് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇതിൽ വിധി പറയാൻ പോകുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഒന്നാമത്തേത്, തന്നെ കുറ്റവിമുക്തനാക്കണം എന്ന പ്രതി അമീറുൽ ഇസ്ലാമിന്റെ ആവശ്യം, അതായിരുന്നു ഒന്നാമത്തേത്. 2, ഈ പ്രതിക്ക് വിധിച്ച വധശിക്ഷ അത് അനുമതി നൽകണം, വധശിക്ഷയ്ക്ക് അനുമതി നൽകണം എന്നുള്ള സർക്കാരിന്റെ അപേക്ഷ. ഈ 2 അപേക്ഷകളും കോടതി മുൻപാകെ എത്തി. ഹഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ 2016 ഏപ്രിൽ 28 രാത്രി 8:30 ഈ സംഭവം നടക്കുന്നത്. ഈ മരിച്ച ജിഷയുടെ അമ്മയാണ് പിന്നീട് ഈ മൃതദേഹം കണ്ടെത്തുന്നതും അത് പിന്നീട് വലിയ വിവാദമാവുകയും അതിൽ സുപ്രീം കോടതി വരെ കേസ് പോവുകയും ചെയ്തതാണ്. പിന്നീടാണ് ഹൈക്കോടതിയിലേക്ക് സർക്കാർ എത്തുന്നത്. വീണ്ടും ഈ വധശിക്ഷ അനന്തമായി നീട്ടരുത് എന്നാവശ്യപ്പെട്ട് മരിച്ച ജിഷയുടെ അമ്മയും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ അപേക്ഷ നൽകിയത്. അതിന്മേൽ കോടതി തിങ്കളാഴ്ച വിധി പറയും. ജിഷ കേസിൽ നേരത്തെ വിചാരണ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ അമീറുൽ ഇസ്ലാമിന് എന്ത് ശിക്ഷ കിട്ടും, അത് വധശിക്ഷ തന്നെ നടത്താൻ കോടതി അനുവാദം നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതോ ഇനി പ്രതി കുറ്റവിമുക്തനാക്കണമെന്നുള്ള പ്രതിയുടെ ആവശ്യം അംഗീകരിക്കുമോ? 2ഉം കോടതിയുടെ മുൻപിലുണ്ടായിരുന്നു. വിധി തിങ്കളാഴ്ചയാണ്. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.